കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് തീരുമാനിക്കാൻ കോൺഗ്രസ് പെടാപ്പാട് പെടുകയാണ്. നമ്മളൊക്കെ ഇത് പ്രതീക്ഷിച്ചതുമാണ്. ഇത്ര വലിയ പൊട്ടിത്തെറി പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ സാമാന്യം തരക്കേടില്ലാത്ത വഴക്കും ബഹളവും ഒക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷേ പ്രതീക്ഷകളെ എല്ലാം കടത്തി വെട്ടിക്കൊണ്ടാണ് കോൺഗ്രസ് പെർഫോം ചെയ്യുന്നത്. എനിക്കിതിൽ യാതൊരു അത്ഭുതവുമില്ല. കോൺഗ്രസിൻ്റെ ഭൂതകാല ചരിത്രം കേരളത്തിലെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം വഴക്കുകൾ സർവ്വസാധാരണമായിരുന്നു എന്ന് കാണാം. ഒരാളെ മാറ്റാനായിട്ട് വേറൊരാൾ കളിക്കുക, മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് വഴക്ക് തുടങ്ങുക, മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞാലും വഴക്ക് തുടങ്ങുക. ഇപ്പോൾ കേന്ദ്ര നേതൃത്വം, ഹൈക്കമാൻഡ്, അവർ മുഖ്യമന്ത്രിയെ തീരുമാനിക്കും, നിങ്ങളൊക്കെ തിരിച്ചു പോക്കോ, എല്ലാവരും പിരിഞ്ഞു പോ എന്ന് പറഞ്ഞിരിക്കുന്നു. ഫ്ലക്സും പരിപാടിയും ഒന്നും വേണ്ട, എല്ലാം എടുത്ത് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. കുറച്ച് പേര് ഫ്ലക്സ് എടുക്കുന്നു, കുറച്ച് പേര് എടുക്കുന്നില്ല, അതങ്ങനെ നിൽക്കുന്നു. ഇതിനകത്ത് ഭയപ്പെടുത്തുന്ന ഒരു ഫാക്ടർ ഉള്ളത് ഇത്തവണത്തെ മുസ്ലിം ലീഗിൻ്റെ പെർഫോമൻസാണ്. മുസ്ലിം ലീഗിൻ്റെ എന്ന് പറയണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ മുസ്ലിങ്ങളുടെ എന്ന് പറയാം. കാരണം ഈ ആൾക്കൂട്ടത്തിൽ മുസ്ലിം ലീഗുകാർ എന്ന് പറഞ്ഞ് പെരുമാറിയവർ അവരെല്ലാവരും മുസ്ലിം ലീഗുകാരാണോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാനീ മൊത്തം കഴിഞ്ഞ 4-ാം തീയതി മുതലുള്ള പ്രയോഗങ്ങളൊക്കെ നോക്കിയപ്പോൾ അതിലൊന്നും മുസ്ലിം ലീഗ് ഖണ്ഡിതമായ ഒരഭിപ്രായം പറഞ്ഞതായിട്ട് കാണുന്നില്ല. അവർ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തു, ഡൽഹിയിൽ കോൺഗ്രസ് നേതാക്കളുമായിട്ട് ചർച്ച ചെയ്തു. പക്ഷേ ഇറങ്ങി വന്നിട്ട് അവരാരും ഒരക്ഷരം ടി വിക്കാരോട് പറഞ്ഞിട്ടില്ല. ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റും ഉണ്ടായിട്ടില്ല. മുസ്ലിം ലീഗിൻ്റെ ഇല്ല, മുസ്ലിം ലീഗിൻ്റെ പ്രമുഖ നേതാക്കളുടെ ആരുടെയും ഇല്ല, സമസ്തക്കാരുടെ ഇല്ല. എന്തിന് വലിയ തീവ്രവാദി എന്നറിയപ്പെടുന്ന KM ഷാജി മതമാണ് 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 മുഖ്യം എന്ന് പ്രസംഗിച്ച KM ഷാജിയുടെ പോലും ഒരു സ്റ്റേറ്റ്മെൻറ്റും കാണുന്നില്ല. പക്ഷേ തെരുവിൽ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ MSFൻ്റെ, അവരുടെ യുവാക്കളുടെ വിഭാഗമാണ് പോലും MSF, അതിൻ്റെയൊക്കെ പ്രവർത്തകരാണെന്ന് പറഞ്ഞുകൊണ്ട് വലിയ ജാഥയും വളരെ വയലൻ്റായിട്ടുള്ള ജസ്റ്റേഴ്സും ഒക്കെ, ശരീരഭാഷയുണ്ടല്ലോ, അത് വളരെ വയലൻ്റാണ്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ തട്ടിക്കളയും, കേരളം കത്തും. കേരളം മൊത്തം ഇവൻ മണ്ണെണ്ണ ഒഴിച്ചിട്ടിരിക്കുകയാണോ കത്തിക്കാനായിട്ട്? ഇനി യഥാർത്ഥത്തിൽ വല്ല ബോംബും വെച്ചിട്ടുണ്ടോ ദൈവത്തിനറിയാം. ഏതായാലും അവരുടെ ആ വയലൻ്റായിട്ടുള്ള ശരീരഭാഷ കണ്ടു കഴിഞ്ഞാൽ അവർ മുസ്ലിം ലീഗുകാരാണ് എന്നെനിക്ക് തോന്നുന്നില്ല. മുസ്ലിം ലീഗിനെ ഞാനും കുറേ കാലമായിട്ട് വാച്ച് ചെയ്യുന്നവനാണ്. അവർ അവരുടെ ഉള്ളിൽ എന്തുമായിക്കോട്ടെ, പുറമേ അവർ മസിൽ ഫ്ലെക്സിങ്ങിന് ഇറങ്ങാറില്ല. അതിൻ്റെ ദോഷം അവർക്ക് വളരെ നന്നായിട്ടറിയാം. അവർ വളരെ സിവിലൈസ്ഡായിട്ട് പെരുമാറുകയും കാര്യങ്ങൾ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുന്നതാണ്. അവരുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് അവർ കുറേയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പലപ്പോഴും അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അതർ കമ്മ്യൂണിറ്റീസ് എന്ന് വരികയും ചെയ്യുന്നുണ്ട്. അത് അവർ പലപ്പോഴും ആത്മപരിശോധന ചെയ്യുന്നുമുണ്ട്. അതാണ് മുസ്ലിം ലീഗിൽ ഞാൻ കാണുന്ന ഒരേ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇപ്പോൾ അവർ ഇത്തവണ 2 വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയല്ലോ. അതിലൊരു ഹിന്ദു ആയിരുന്നു. ഹിന്ദു തോറ്റുപോയി, മുസ്ലിം ജയിച്ചു. എന്തുമായിക്കോട്ടെ, വനിതകൾക്കും സീറ്റ് കൊടുക്കേണ്ടതാണ്. തങ്ങൾ വനിതാവിരുദ്ധരാണോ എന്ന് മുസ്ലിം ലീഗ് പരിശോധിച്ചു എന്നർത്ഥം. അതിൽ കഴമ്പുണ്ട് എന്ന് അവർക്ക് തോന്നിയിട്ട് ആ ആരോപണം ശരിവയ്ക്കുന്ന രീതിയിൽ അവർ വനിതകളെ മത്സരിപ്പിക്കാനൊക്കെ തുടങ്ങി. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരല്പം റിഫൈൻഡ് മുസ്ലിങ്ങളുടെ സംഘടനയാണ് മുസ്ലിം ലീഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായ പ്രകടനവും പ്രതിഷേധവും ആരോടൊക്കെയുള്ള ദേഷ്യം തീർക്കലും കേരളം കത്തിക്കും എന്നുള്ള ഭീഷണിയും അത് സോഷ്യൽ മീഡിയയിലാണ്. പക്ഷേ എന്നാൽ പോലും ഭീഷണിയാണല്ലോ. അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്വഭാവം ലീഗിന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ലീഗിൻ്റെ പേരിൽ ഇതെല്ലാം നടക്കുന്നു. എപ്പോഴും ചെയ്യുന്ന പോലെ ലീഗ് ഇത് ഓൺ ചെയ്യുകയോ ഡിസോൺ ചെയ്യുകയോ ചെയ്യുന്നില്ല. മുസ്ലിം ലീഗിൻ്റെ വേറൊരു സ്വഭാവ വൈചിത്ര്യം അതാണ്. അവർ അവരുടെ കൂടെ ആരെങ്കിലും ഇതുപോലത്തെ തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞാൽ
ഒന്നുകിൽ അവനോട് നിർത്താൻ പറയണം, അല്ലെങ്കിൽ അവന് ഞങ്ങളുമായിട്ട് ബന്ധമില്ല എന്ന് പറയണം. ഇത് രണ്ടും മുസ്ലിം ലീഗ് ചെയ്യാറില്ല. വഴിയെ പോയവനൊക്കെ കയറിയിട്ട് മുസ്ലിം ലീഗിൻ്റെ പേരിൽ എന്തെങ്കിലും ചെയ്യും. അത് മുസ്ലിം ലീഗിന് ചീത്തപ്പേരായിട്ട് ഭവിക്കുകയും ചെയ്യും. പിന്നീടൊരു കാലത്ത് അവർ അല്ല എന്ന് പറഞ്ഞാൽ പോലും ആരും വിശ്വസിക്കില്ല. കാരണം സമയത്ത് അത് തടയുകയോ ആക്ഷൻ എടുക്കുകയോ ഒന്നും മുസ്ലിം ലീഗ് ചെയ്യാറില്ല. ഇത് മുസ്ലിം ലീഗിനെ പറ്റി ഉള്ള ഇംപ്രഷൻ, അവർ തീവ്രവാദത്തോട് ആഭിമുഖ്യമുള്ളവർ, തീവ്രവാദി എന്ന് പറഞ്ഞാൽ ഞാൻ IS, ഹമാസ് ഇതിനൊന്നും അല്ല, റാഡിക്കൽ മുസ്ലിം ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ കിടന്ന് കളിക്കുന്ന പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമായത്തെ ഇസ്ലാമി ഇതുപോലെയുള്ള റാഡിക്കൽ എലമെൻറ്റ്സ്, അവരെ അംഗീകരിക്കുന്ന ഒരു നിലപാടാണ് മുസ്ലിം ലീഗിൻ്റേതെന്ന് പൊതുജനങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ, പ്രത്യേകിച്ചും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വിചാരിക്കുന്ന രീതിയിൽ ആണ് ഇപ്പോഴത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനം. അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും ധൈര്യമില്ല. വാസ്തവത്തിൽ ഈ മുഖ്യമന്ത്രിയാകാൻ ഭൈമീ കാമുകന്മാരായിട്ട് നിൽക്കുന്ന രമേശ് ചെന്നിത്തല, VD സതീശൻ, KC വേണുഗോപാൽ, ഇതിൽ ഇവർ VD സതീശനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് മുസ്ലിങ്ങൾ. ഈ ബഹളം മുഴുവൻ നടക്കുന്നത് VD സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ VD സതീശനോട് ഇവർക്ക് ഇത്ര വലിയ താല്പര്യം? പട നയിച്ചവൻ ഭരിക്കട്ടെ. എന്ത് പടയാണ് VD സതീശൻ നയിച്ചത്? എനിക്ക് മനസ്സിലാവണില്ല. KC വേണുഗോപാലിനോ രമേശ് ചെന്നിത്തലയ്ക്കോ കോൺഗ്രസ്സിൽ ഉള്ള റോളിനേക്കാൾ വലിയ റോള് VD സതീശനുണ്ടായിരുന്നോ? ഇല്ല. അയാൾ ഓപ്പോസിഷൻ ലീഡറായിരുന്നു. സ്വാഭാവികമായിട്ട് അയാൾക്ക് എക്സ്പോഷർ കൂടും. പിന്നെ അയാൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചാനലുകൾ 3-4 ഉണ്ട് കേരളത്തിൽ. VD സതീശൻ മുഖ്യമന്ത്രിയാകാനായിട്ട് വെള്ളം കോരുകയും വിറക് വെട്ടുകയും ചെയ്യുന്ന ചാനലുകൾ ഒരുപാടുണ്ട്. KC വേണുഗോപാലിന് വേണ്ടി വിറക് വെട്ടുന്ന ചാനലിനും നമുക്ക് കാണാം. അഥവാ VD സതീശന് എതിരായിട്ട്. ഇപ്പോൾ KC വേണുഗോപാലിന് എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നത് റിപ്പോർട്ടർ ചാനലാണ്. VD സതീശൻ വേണം എന്ന് ഭാഗ്യാന്തരേണ ദിവസവും ചർച്ച ചെയ്ത് ഉറപ്പിക്കുന്നത് ഏഷ്യാനെറ്റാണ്. VD സതീശൻ രഹസ്യമായിട്ട് മംഗലാപുരത്ത് പോയി അതിൻ്റെ വീഡിയോ പുറത്തുവിട്ടു ബിഗ് ടി വി പുറത്തുവിട്ട വീഡിയോ വലിയൊരു വെളിപ്പെടുത്തലാണ്. പക്ഷേ എന്തുകൊണ്ടോ മറ്റ് ചാനലുകൾ അതിൽ തൊടുന്നില്ല. കാരണം അതിൽ VD സതീശൻ അദാനി ഗ്രൂപ്പിൻ്റെ മാനേജറോ മാനേജിങ് ഡയറക്ടറോ സംബടി, ചീഫ് എക്സിക്യൂട്ടീവ്, ഇയാളുമായിട്ട് മംഗലാപുരത്ത് വെച്ച് കണ്ടതിൻ്റെ വീഡിയോ ബിഗ് ടി വി പുറത്തുവിടുന്നു. എന്തിന് കണ്ടു എന്നാണ് ചോദ്യം. രാഹുൽ ഗാന്ധി രാവിലെ മുതൽ വൈകുന്നേരം വരെ ചീത്ത പറയുന്ന ആളാണ് അദാനി. ആ അദാനി ഗ്രൂപ്പിൻ്റെ ചീഫിനെ VD സതീശൻ അവിടെ പോയി കാണേണ്ട കാര്യം എന്താണ്? നമ്മുടെ വോട്ടെണ്ണൽ 4-ാം തീയതിയായിരുന്നു. VD സതീശൻ മംഗലാപുരത്ത് പോകുന്നത് 1-ാം തീയതിയാണ്. അത് അദാനിയുടെ ചാർട്ടേഡ് ഫ്ലൈറ്റിലായിരുന്നു പോയതും വന്നതുമൊക്കെ. ആ ഫ്ലൈറ്റിൻ്റെ നമ്പറും കാര്യങ്ങളും എല്ലാം ബിഗ് ടി വി പുറത്തുവിടുന്നുണ്ട്. പക്ഷേ മറ്റ് ചാനലുകൾ അതിൽ തൊടുന്നില്ല. കാരണം അതിൽ VD സതീശൻ കുഴപ്പത്തിലാകും എന്ന് അവർക്കറിയാം. ഇപ്പോൾ VD സതീശനെ കുഴപ്പത്തിലാക്കാൻ അവരാഗ്രഹിക്കുന്നില്ല. അപ്പോൾ VD സതീശൻ്റെ ഫ്രണ്ട്സ് ഒരുപാട് ചാനലുകൾ ഉണ്ട് എന്ന് സാരം. ബിഗ് ടി വിക്ക് ഈ വീഡിയോ ചോർത്തിക്കൊടുത്തത് ആരായിരിക്കും? മിക്കവാറും KC വേണുഗോപാലാകാനാണ് സാധ്യത. കാരണം കർണാടകത്തിൽ നിന്നാണ് ആ വീഡിയോ കിട്ടിയിരിക്കുന്നത്, അല്ലാതെ ബിഗ് ടി വി പോയി എടുത്ത വീഡിയോ ഒന്നുമല്ല. കർണാടകത്തിൽ അത് പരാതിയായിട്ട് കോൺഗ്രസ്സുകാർ ആരോ അവിടുത്തെ മുഖ്യമന്ത്രിയോട് ഉന്നയിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ വളരെ വാശിയേറിയ ഒരു മത്സരമാണ് ഈ 3 പേരും തമ്മിൽ നടക്കുന്നത്. അദാനിയുമായിട്ട് അടുപ്പമുണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് VD സതീശനെ രാഹുൽ ഗാന്ധി വേണ്ടെന്ന് വയ്ക്കും എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം രാഹുൽ ഗാന്ധിയുടെ ഈ അദാനി അറ്റാക്ക് ഉണ്ടല്ലോ, നേരം വെളുത്താൽ വൈകുന്നേരം വരെ അംബാനി അദാനി അംബാനി അദാനി, പിന്നെ അദാനി 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 എന്ന് മാത്രമാകുക, അംബാനിയെയും കൂടെ ഒഴിവാക്കുക. അപ്പോൾ അങ്ങനെ നടത്തുന്ന ഈ ആക്രമണത്തിൽ വലിയ കഴമ്പൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അദാനിക്ക് വേണമെങ്കിൽ പേരിന് ഒരു മാനനഷ്ട കേസ് രാഹുൽ ഗാന്ധിക്കെതിരെ കൊടുക്കാം. നേരെ ചൊവ്വേ ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി വെള്ളം കുടിക്കും.
വെള്ളം കുടിക്കും, സംശയമൊന്നുമില്ല. കാരണം അത്രയ്ക്കാണ് ആ മനുഷ്യൻ അദാനിയെ ആക്രമിക്കുന്നത്. പക്ഷേ അദാനി തിരിച്ചൊന്നും ചെയ്യുന്നില്ല. കാരണം അദാനിക്കറിയാം ഈ ആക്രമണത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല, ഇതൊക്കെ വെറും രാഷ്ട്രീയ വാചകമടിയാണ്. 60,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് തെലുങ്കാനയിൽ അദാനി നടത്തിയിരിക്കുന്നത്. ഏകദേശം അത്രയും തന്നെ കർണാടകത്തിലുമുണ്ട്. അപ്പോൾ അതിനെന്ത് പറയും രാഹുൽ ഗാന്ധി? ഈ ചോദ്യം പലതവണ ആൾക്കാർ ഉന്നയിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നിർത്തിവെക്കൂ. അത് ചെയ്യണ്ടേ? അത് ചെയ്തില്ല. കേരളത്തിൽ വിഴിഞ്ഞം തുറമുഖം അത് സ്ഥാപിച്ചിരിക്കുന്നത് അദാനിയാണ്. അദാനിയുടെ പുറകെ നടന്നിട്ട് സിംഗിൾ ടെൻഡർ ബേസിസിൽ അദാനിക്ക് കൊടുത്തതാണ് വിഴിഞ്ഞം തുറമുഖം. വേറെ ആരും ആ തുറമുഖം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ എൻ്റെ പൊന്നു ചേട്ടാ ഇതൊന്ന് പിടിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തുറമുഖം തലയിൽ കോട്ടയിൽ ചുമന്നുകൊണ്ട് ഉമ്മൻചാണ്ടി നടക്കുകയും ഒരു കണക്കിന് അദാനിയുടെ തലയിൽ വെച്ചു. അതിൻ്റെ ഭാഗമായിട്ട് അദാനി ഡൽഹിയിൽ വെച്ചിട്ട് VS അച്യുതാനന്ദനുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. അച്യുതാനന്ദനോട് ചോദിച്ചു, എന്താണ് ഞാനിത് എടുക്കണോ? ഉമ്മൻചാണ്ടി എൻ്റെ പുറകിൽ നിന്ന് മാറുന്നില്ല, ചേട്ടൻ്റെ അഭിപ്രായം എന്താ? VS പറഞ്ഞ് എടുത്തോ, ഞാൻ 4 ചീത്തയൊക്കെ പറയാം, അത് കുഴപ്പമൊന്നുമില്ല, താൻ എടുത്തോ. ഇങ്ങനെയൊക്കെയാണ് ഈ വിഴിഞ്ഞം അദാനി എടുത്തത്. ഇവരൊക്കെ കാര്യത്തോടെ എടുക്കുമ്പോൾ എല്ലാവരും ഒന്നാണല്ലോ, LDFും UDFും എല്ലാം. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി അദാനിക്കെതിരെ നടത്തുന്ന ആക്രമണത്തിൽ കഴമ്പില്ല. അതുകൊണ്ട് അദാനിയുടെ ആളിനെ സതീശൻ അഡ്വാൻസായിട്ട് നിയുക്ത മുഖ്യമന്ത്രി എന്നുള്ള മട്ടിൽ പോയി കണ്ടതിലും രാഹുൽ ഗാന്ധിക്ക് വിഷമമൊന്നും തോന്നാൻ വഴിയില്ല. അതുകൊണ്ട് ബിഗ് ടിവിയുടെ വെളിപ്പെടുത്തൽ വെറും ഷൂ ആയിട്ട് മാറുകയുള്ളൂ എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താ? മുസ്ലിം ലീഗ് ഇത്രയധികം വാശി പിടിക്കുന്നത് എന്തിന്? കാരണം മുസ്ലിം ലീഗ് വരച്ചാൽ ആ വരയ്ക്കപ്പുറത്ത് പോകുന്ന ആളല്ല രമേശ് ചെന്നിത്തല. അതിനുള്ളിൽ തന്നെ നിൽക്കും KC വേണുഗോപാൽ. അങ്ങനെ തന്നെയാണ് VD സതീശന്. പിന്നെ എന്താ ഈ 3 പേരും തമ്മിൽ ലീഗിന് VD സതീശനോട് പ്രത്യേകത? അതിനൊരു കാരണം കാണുന്നില്ല. കാരണം എത്ര കണ്ട് VD സതീശൻ മുസ്ലിം ലീഗിന് വേണ്ടി വിടുപണി ചെയ്യുമോ അത്രയും തന്നെ ചെയ്യാൻ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ചെയ്യാൻ സന്നദ്ധരാണ് രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും. പിന്നെന്താ കുഴപ്പം? ലീഗിന് അവരുടെ കാര്യം നടക്കണമെന്നല്ലേ ഉള്ളൂ, അല്ലാതെ ഇന്ന ആൾ തന്നെ നടത്തണമെന്നൊന്നും ഇല്ലല്ലോ. ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഹൈക്കമാൻഡ് ഖാർഗെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ലീഗിനോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടന്നാൽ പോരെ, ഇന്ന ആൾ തന്നെ വേണമെന്നൊന്നുമില്ലല്ലോ, ഞങ്ങളുമൊക്കെ ഇരിപ്പുണ്ടല്ലോ ഇവിടെ. അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഞങ്ങളിപ്പോൾ ദേ ഇയാളെ വയ്ക്കുകയാണ്. അയ്യോ ഞങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പം മറ്റേയാളായിരുന്നു. എന്തെളുപ്പം? എന്താണ് നിങ്ങൾക്ക് എളുപ്പം? എന്ത് കാര്യം സാധിക്കാനാണ്? അത് ഞങ്ങൾ സാധിച്ചു തരാം. നിങ്ങൾക്ക് വ്യവസായ വകുപ്പ് വേണം, റവന്യൂ വേണം, വിദ്യാഭ്യാസം വേണം, ഏത് വകുപ്പ് വേണം? വനം വകുപ്പ് വേണം. അത് പറ, അത് ഞങ്ങൾ ചെയ്തു തരാം. നിങ്ങൾ ഈ ആളെ വിട്, ഈ 3-ൽ ആരെ വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ പറയുന്നത് അക്ഷരം പ്രതി കേൾക്കും. പിന്നെന്താ? ഇങ്ങനെ ചോദിച്ചാൽ ലീഗിന് ഉത്തരം മുട്ടിപ്പോവും. ലീഗ് പറയും അപ്പോൾ ശരി, പിന്നെ നിങ്ങൾ ആരാന്ന് വെച്ചോ, നമ്മുടെ കാര്യം നടന്നാൽ മതി. ഇതല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതിൽ കൂടുതൽ വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അവിടെ എന്ത് നടന്നു നമുക്കറിയില്ല. മുസ്ലിം ലീഗ് ഇതുവരെ വാ തുറന്നിട്ടില്ല. ഔദ്യോഗികമായിട്ട് വെറുതെ ഒരു ബൈറ്റ് പോലും ചാനലുകൾക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ എല്ലാവരും കൂടെ ബഹളം വയ്ക്കുന്നു. മുസ്ലിം ലീഗ് സതീശൻ്റെ പേര് പറഞ്ഞു, സതീശ് അങ്ങനെ തെരുവിലും മുസ്ലിം ലീഗിൻ്റെ പേരിൽ MSFൻ്റെ പേരിൽ ഡൽഹിയിൽ വരെ പ്രകടനം, സ്വീകരണം, അത് ഇതൊക്കെ നടത്തുന്നു. ഇതെന്ത് പരിപാടി എനിക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ ഇതുപോലത്തെ മരണവെപ്രാളമൊന്നും ജോസഫ് ഗ്രൂപ്പ് കാണിക്കുന്നുമില്ല. കാരണം UDFിലെ വേറൊരു വലിയ ഘടകകക്ഷി ജോസഫ് ഗ്രൂപ്പാണല്ലോ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇങ്ങനത്തെ മരണവെപ്രാളമൊന്നും കാണിക്കുന്നില്ല. ഈ VD സതീശൻ സമം ജനവികാരം എന്നൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജനവികാരം മാനിക്കണം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാണ്. അപ്പോൾ PJ ജോസഫും പറഞ്ഞു ജനവികാരം മാനിക്കണം. ഈ പറഞ്ഞ ജനവികാരമാണോ ഈ തെരുവിൽ കാണുന്നത്? അല്ലല്ലോ, പാർട്ടി വികാരമല്ലേ, കോൺഗ്രസ്സുകാരുടെ വികാരമാണ് നമ്മൾ തെരുവിൽ കാണുന്നത്. അല്ല ജനവികാരമാകുന്നത് എങ്ങനെയാണ്? പൊതുജനങ്ങൾക്ക് എന്താ ഇതിൽ കാര്യം? ഇതിലേത് കൊള്ളക്കാരനും കയറി ഇരുന്ന് കഴിഞ്ഞാലും പൊതുജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമോ ദോഷമോ അങ്ങനെയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. പിണറായി വിജയന് പകരം ഈ കുറേ പേര് കട്ടുമുടിക്കും എന്നുള്ളതല്ലാതെ വേറെ എന്തെങ്കിലും വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇപ്പോഴും എനിക്ക് നല്ല വിശ്വാസമുണ്ട്
6 മാസത്തിനകം കേരളത്തിലെ ജനങ്ങൾ തലയിൽ കൈവച്ചുകൊണ്ട് പറയും, എൻ്റെ ദൈവമേ ഇതുങ്ങളെയാണല്ലോ ഞാൻ അധികാരമേൽപ്പിച്ചത് എന്ന് പറയും. 6 മാസം പോലും വേണ്ടി വരില്ല എന്ന് തോന്നുന്നു ഇപ്പോഴത്തെ നില കണ്ടു കഴിഞ്ഞാൽ. ഇവർക്ക് ആകെക്കൂടെ സംഭവിക്കാൻ പോകുന്നത് തമിഴ്നാട്ടിൽ നമ്മളുടെ ഗവർണർ ആർലേക്കർ ചെയ്തത് കണ്ടില്ലേ വിജയിയോട്, അതേ പരിപാടി കേരളത്തിൽ ഗവർണർക്ക് ആർലേക്കർക്ക് ചെയ്യാനുള്ള വഴിയൊരുക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത്ര പരസ്യമായിട്ട് നിയമസഭാ കക്ഷിയിൽ എനിക്ക് 46 MLA-മാരുണ്ടെന്നും വി ഡി സതീശന് 5 ഉള്ളെന്നും രമേശ് ചെന്നിത്തലയ്ക്ക് 9 ഉള്ളൂ എന്നും ഒക്കെ വാർത്ത വന്നു കഴിഞ്ഞാൽ ഗവർണർക്ക് സംശയം തോന്നാം. ഇപ്പോൾ നാളെ രമേശ് ചെന്നിത്തലയാണ് മുഖ്യമന്ത്രി എന്ന് തീരുമാനിച്ചു എന്ന് വെച്ചു. രമേശ് ചെന്നിത്തല ഞാനാണ് നിയമസഭാ കക്ഷി നേതാവ്, എന്നെ മന്ത്രിസഭയുണ്ടാക്കാൻ ക്ഷണിക്കണം എന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് കത്ത് കൊടുക്കും. ഗവർണർക്ക് പറയാം, ഐ ആം നോട്ട് സാറ്റിസ്ഫൈഡ്, ദർ ഈസ് സം കൺഫ്യൂഷൻ. എനിക്ക് നിങ്ങളുടെ പാർലമെൻ്ററി പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസ് ലെജിസ്ലേറ്റീവ് പാർട്ടി CLP എന്നൊക്കെ പറയും, അതിനൊരു ഭരണഘടനയിൽ അതിന് വകുപ്പുണ്ട്. അപ്പോൾ ആ വകുപ്പ് അനുസരിച്ച് നിങ്ങൾ പാസ്സാക്കിയ പ്രമേയം എന്നെ ഒന്ന് കാണിക്കാമോ? ആ പ്രമേയത്തിൽ എത്ര MLA-മാർ ഒപ്പിട്ടു, നിങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിനകത്ത് ഗവർണറുടെ ഒരു സബ്ജക്റ്റീവ് സാറ്റിസ്ഫാക്ഷൻ ഇൻവോൾവാണ്. ഗവർണർക്കൊരു സംശയം തോന്നിക്കഴിഞ്ഞാൽ ഈ വന്ന ആൾ കാര്യം ശരിയാണ്, ഇലക്ഷൻ റിസൾട്ട് വന്നു, LDF-ന് ഇത്ര, UDF-ന് ഇത്ര, അതിൽ കോൺഗ്രസ്സിന് ഇത്ര എന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. ബട്ട് എല്ലാ കോൺഗ്രസ് MLA-മാരുടെയും പിന്തുണ ഈ മനുഷ്യനുണ്ടോ? നാളെ ഞാൻ ഇയാളെ സത്യപ്രതിജ്ഞ മറ്റന്നാൾ ഇയാൾ മൂക്കും കുത്തി വീണാലോ ഇൻസ്റ്റെബിലിറ്റി ആകുമല്ലോ. സോ ഐ മസ്റ്റ് ഗെറ്റ് സാറ്റിസ്ഫൈഡ് മൈസെൽഫ്. വേറെ ഒന്നുമില്ല. രമേശ് ചെന്നിത്തല ജി അങ്ങ് ആ MLA-മാരുടെ ഒപ്പ് വാങ്ങിച്ച് എന്നെ ഒന്ന് കാണിക്കണം. ഇങ്ങനെ ഒപ്പ് വാങ്ങിച്ച് കാണിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റുമോ? ഏതെങ്കിലും MLA-മാർ, ഇപ്പോൾ KC വേണുഗോപാലിനാണ് ഭൂരിപക്ഷം. KC വേണുഗോപാൽ അയാളുടെ MLA-മാരോട് പറയുന്നു, നിങ്ങളിപ്പോൾ ഒപ്പിടണ്ട, അടുത്ത ആഴ്ച നോക്കാം. ഒരാഴ്ച എന്തായിരിക്കും കേരളത്തിലെ ബഹളം? ഗവർണർ ഒപ്പ് കൊണ്ടുവരാൻ പറയുന്നു, രമേശ് ചെന്നിത്തലയ്ക്ക് ഒപ്പ് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല. രമേശ് ചെന്നിത്തല ഡൽഹിക്ക് പോകും, രാഹുൽ ഗാന്ധിയോട് പറയും. രാഹുൽ ഗാന്ധി 140 MLA-മാരെയും അല്ല 63 എത്രയാ കോൺഗ്രസ്സിന്, 62 63 അവരോട് ഡൽഹിയിൽ വരാൻ പറയും, മര്യാദയ്ക്ക് ഒപ്പിടാന്ന് പറയും. എല്ലാവരും ഒപ്പിടും. ആ ഒപ്പുമായിട്ട് രമേശ് ചെന്നിത്തല തിരിച്ചു പറക്കും. എന്നിട്ട് ഗവർണറെ കാണും. പിന്നെ ഘടകകക്ഷികളുടെ ഒപ്പ് മേടിക്കും, അത് ഗവർണറെ കാണിക്കും. ചുരുക്കി പറഞ്ഞ് ആഴ്ചകൾ നീളുന്ന ഒരു നാടകം വേറെ നടക്കും. സത്യപ്രതിജ്ഞ കഴിഞ്ഞാലോ പിന്നെ അടുത്ത മന്ത്രിമാരാരൊക്കെയാണ്? ഉപമുഖ്യമന്ത്രി സ്ഥാനം ലീഗ് ചോദിക്കാതിരിക്കില്ല. ഇതെല്ലാം സംഭവിക്കും. മന്ത്രിമാരെ തീരുമാനിക്കാൻ വഴക്ക്, അത് കഴിഞ്ഞിട്ട് മന്ത്രിമാർക്ക് വകുപ്പ് കൊടുക്കാൻ വഴക്ക്. ഇത് എവിടെ പോയി നിൽക്കും? അവസാനം ഭരണം തുടങ്ങുന്നത് എപ്പോഴാണ്? സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഒരു 1.5 വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഭരണം തുടങ്ങുക. അപ്പോഴത്തേക്ക് കേരളം കുട്ടിച്ചോറായിരിക്കും. നാഥനില്ല കളരിയാവും. പോലീസ് അവർക്ക് തോന്നിയ പോലെ ചെയ്യും, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് അവർക്ക് തോന്നിയ പോലെ ചെയ്യും. പിന്നെ കുറച്ച് IAS-കാർ ആത്മാർത്ഥതയുള്ള ഒരു കിടപ്പുള്ളതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് വകുപ്പുകൾ കുഴപ്പമില്ലാതെ പോയി എന്ന് വരും. കൊള്ളാവുന്ന 2 IAS-കാരെ സസ്പെൻഡ് ചെയ്ത് പുറത്ത് നിർത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് നേരത്തെ അവരെപ്പറ്റി വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അവർ കഷ്ടപ്പായി. ഇവർ വന്നു കഴിഞ്ഞാൽ അവരുടെ സസ്പെൻഷൻ ക്യാൻസൽ ചെയ്തിട്ട് അവർക്ക് കയറാമെന്നാണ് ആ പാവങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ അതുപോലും ചെയ്യാൻ ഇവരെ കൊണ്ട് പറ്റില്ല. കാരണം അതിലും വലിയ പ്രിയോറിറ്റി അടിയും വഴക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്ത് ചെയ്യും? ഈ കൂട്ടത്തിൽ രക്ഷപ്പെട്ടു പോകുന്നത് LDF ആണ്. LDF-ൻ്റെ പരാജയം നാട്ടുകാർ ചർച്ച പോലും ചെയ്യുന്നില്ല. ഇപ്പോൾ പരാജയപ്പെട്ടു എന്ന് എല്ലാവർക്കും മനസ്സിലായി. പിണറായി വിജയൻ്റെ ഹൂങ്കിന് ഒരടി കൊടുത്തു. ശരി, അടി കൊടുത്തു. എന്തൊക്കെയായിരുന്നു പിണറായി വിജയൻ ചെയ്തതെന്ന് ആർക്കെങ്കിലും അറിയാം? അങ്ങേരാണെങ്കിൽ ഇതേ സെക്രട്ടേറിയറ്റിൽ ഫയൽ കത്തിക്കുന്നു, ഫയൽ ഷ്രെഡ് ചെയ്യുന്നു, അരിഞ്ഞു കളയുന്ന മെഷീനുണ്ട്, കടലാസ് അരിയുന്ന മെഷീൻ. അതിലേക്ക് ഫയലുകൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനങ്ങ് കുരാന്ന് പറഞ്ഞിട്ട് ഒരു 1/2 സെൻറ്റിമീറ്റർ വീതിയുള്ള ചകിരി പോലത്തെ ഇതാക്കി മാറ്റും കടലാസിനെ.
പേപ്പർ ഷ്രെഡർ. അപ്പോൾ അങ്ങനെ ഷ്രെഡ് ചെയ്ത് കളയുന്നു ഫയലുകൾ, കത്തിക്കുന്നു. അതുകൂടാതെ ഇനി ഈ ഇലക്ട്രോണിക് ഫയലിൽ എന്തൊക്കെ കൃത്രിമം കാണിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഇലക്ട്രോണിക് ഫയലിൽ ബാക്ക് എൻഡ് എൻട്രി ഉണ്ട് പോലും സെക്രട്ടേറിയറ്റിലേക്ക്. അതായത് നിങ്ങളുടെ സുപ്പീരിയറിന് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കയറി നിങ്ങൾ എന്ത് എഴുതിയെന്നൊക്കെ നോക്കാൻ പറ്റും പോലും. എനിക്കറിയില്ല ഇങ്ങനത്തെ ഒരു പരിപാടിയൊക്കെ. അതെന്തിനാണ് ബാക്ക് എൻഡ് എൻട്രി കൊടുത്തിരിക്കുന്നത് ദൈവത്തിനറിയാം. ഏതായാലും ഇതിനൊക്കെ റെക്കോർഡുണ്ട്. ഡിജിറ്റൽ ഫുട് പ്രിൻ്റ് എന്ത് കുന്തം. പിണറായി വിജയൻ പറഞ്ഞു ഒരു തൊഴി വെച്ച് കൊടുക്കട ആ കമ്പ്യൂട്ടറിനിട്ട്. അതോടെ അവൻ്റെ ഹാർഡ് ഡിസ്ക് ഉണ്ടല്ലോ, ഹൃദയം, അത് തന്നെ പണ്ടാറടങ്ങിപ്പോവും. പിന്നെ കാരണം ഫിസിക്കലി ഡാമേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓരോ ഹാർഡ് ഡിസ്ക് എടുത്തിട്ട് കോടാൽ വെച്ച് വെട്ടിപ്പൊളന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് മണ്ണാങ്കട്ടയാണ് അതിൽ നിന്ന് കിട്ടാൻ പോകുന്നത്? എന്ത് ഡാറ്റ കിട്ടുമെന്ന്? ഒന്നും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് പിണറായി വിജയൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ കസേരയിൽ കയറി ഇരുന്നിട്ടുമില്ല. ഇവർക്ക് ഉത്തരവിടാൻ പറ്റുമോ? ഇല്ല. ഇവർ അധികാരം കയ്യിൽ കിട്ടിയിട്ടില്ലല്ലോ, സത്യപ്രതിജ്ഞ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ ഇപ്പം നാഥനിലെ കളരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കെയർടേക്കർ മുഖ്യമന്ത്രി ഇപ്പോൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയനാണ്. പിണറായി വിജയൻ രാജിവെച്ചു, കാര്യം ശരി. ഗവർണർ പറഞ്ഞു നിങ്ങൾ കെയർടേക്കർ മുഖ്യമന്ത്രിയായിട്ട് തുടരുമെന്ന് പറഞ്ഞു അടുത്ത മന്ത്രിസഭ വരുന്നവരെ. അപ്പോൾ കെയർടേക്കർ ആണ് ഇപ്പോൾ പിണറായി വിജയൻ. അപ്പോൾ നിയന്ത്രണം അങ്ങേരുടെ കയ്യിലല്ലേ, പേരിനാണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് അങ്ങേരുടെ ഓഫീസർമാർ അഴിഞ്ഞാടുകയാണ്. ഇതൊന്നും അറിയാതെ പാവം ജനം കണ്ണും മിഴിച്ചിട്ട് ഈ ടി വിക്കാർ പറയുന്നതും കേട്ട് വിശ്വസിച്ചിങ്ങനെ തെക്ക് വടക്ക് കൊള്ളാം. കുറേ പേര് രമേശിന് വേണ്ടിയിട്ട്, കുറേ പേര് സതീശന് വേണ്ടിയിട്ട്, കുറച്ച് പേര് വേണുഗോപാലിന് വേണ്ടിയിട്ട് ഈ നാടകം കളിക്കുന്നു. നമ്മളെ ചുറ്റിക്കാനായിട്ട് എന്തെല്ലാം നാടകങ്ങളാണ് രാഷ്ട്രീയ നേതാക്കളും ചാനലുകളും ഒക്കെ കൂടെ ഒരുക്കുന്നത് ദൈവത്തിനറിയാം. താങ്ക് യു.